Hello friends, welcome to Counting Cars. Counting Cars-ലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട്. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ടൊയോട്ടയുടെ ഗ്ലാൻസയാണ്. ഗ്ലാൻസ ഞാൻ അധികം അങ്ങനെ പരിചയപ്പെടുത്തിയിട്ടുള്ള ചാനലിൽ കൂടി, കാരണം നമുക്കങ്ങനെ കിട്ടാറില്ല. കാരണം ഈ അടുത്ത് പറഞ്ഞാൽ 2-3 വർഷമായിട്ടുള്ള ഈ വാഹനം ഇറങ്ങിയിട്ട്. അപ്പോൾ ഈ വാഹനം നോക്കുകയാണെങ്കിൽ ഇത് 2020 മോഡൽ വണ്ടിയാണ്. 20 മോഡൽ വണ്ടി വളരെ നീറ്റായിട്ട് ഉപയോഗിച്ചിരുന്ന വാഹനം, സിംഗിൾ ഓണർഷിപ്പിൽ വന്നേക്കുന്ന വാഹനം. ഗ്ലാൻസയുടെ G മാനുവൽ ട്രാൻസ്മിഷനാണ് വാഹനം. കണ്ടോ, വാഹനത്തിൻ്റെയൊക്കെ ബോഡി ക്വാളിറ്റി നോക്കാം, നല്ല വൃത്തി തന്നെ കിടക്കുന്നു. കലക്കം വണ്ടിയാണ് ഈ വാഹനം. അപ്പോൾ ഫുള്ള് കണ്ടേക്കാം, ഇൻറ്റീരിയേഴ്സ് എക്സ്റ്റീരിയേഴ്സ് എല്ലാം വിശദമായിട്ട് കാണിക്കുന്നുണ്ട്. എവിടെയൊക്കെ എന്തൊക്കെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വിശദമായിട്ട് കാണിക്കണം. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും എൻ്റെ കൂടെ കണ്ടേക്കണം. കാരണം ഇങ്ങനത്തെ വാഹനങ്ങൾ വളരെ റെയറായിട്ട് മാത്രമേ ചാനലിൽ കൂടി വരാറുള്ളൂ. വാഹനം കണ്ടുവരാം, അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും സംസാരിക്കാം. അപ്പോൾ നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് നമ്മുടെ ചാനലിൽ കൂടി ആദ്യമായിട്ട് ഈ ഒരു ടൊയോട്ടയുടെ ഗ്ലാൻസ നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് എത്തിക്കുന്നത് ആണോ. ഗ്ലാൻസ ഈ ഒരു വാഹനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ബലേനോ തന്നെയാണ് ഈ ഒരു വാഹനം. ബലേനോയുടെ സെയിം പ്ലാറ്റ്ഫോം തന്നെയാണ്. സെയിം പ്ലാറ്റ്ഫോം അല്ല, ബലേനോ ഏകദേശം ഡിറ്റോ ആണെന്ന് കൂടെ പറയാം. അല്ല, ഇത് ടൊയോട്ടയും മാരുതിയും തമ്മിലുള്ള ആ ഒരു എഗ്രിമെൻ്റ് പുറത്ത് വന്നിരിക്കുന്ന വാഹനമാണ്. അതേപോലെ തന്നെ ഇപ്പോഴും നമ്മൾ നോക്കുകയാണെങ്കിൽ ടൊയോട്ടയുടെ ബ്രസയും അതേപോലെ ക്രൂസ് റൈഡർ അല്ലേ പുതിയ വണ്ടി ടൊയോട്ടയുടെ, അതെ. അപ്പോൾ അങ്ങനത്തെ വാഹനങ്ങളൊക്കെ കൊളാബറേറ്റ് ചെയ്തിട്ട് ആണ് ഇപ്പോൾ മാരുതിയും അതേപോലെ തന്നെ ടൊയോട്ട ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് പെട്ടെന്നൊരു വാഹനമാണ്. പക്ഷേ ഇതിൻ്റെ സർവീസിലൊക്കെ ചെറിയൊരു വ്യത്യാസം ഉണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. അത് എത്ര ശതമാനം സത്യമാണെന്ന് എനിക്കറിയില്ല. കാരണം ടൊയോട്ട കുറച്ചുകൂടി സർവീസ് വാറണ്ടി കൂടുതൽ കൊടുക്കണമെന്നാണ് ഞാൻ അറിഞ്ഞത്. പുതിയ വണ്ടികൾക്കുണ്ടോ, ഈ വണ്ടികൾക്കല്ല, പുതിയ വണ്ടികൾക്ക്. ഓക്കെ, അപ്പോൾ ഇതാണ് വാഹനം. നമുക്ക് ഇതിൻ്റെ ഫുൾ വ്യൂവും പോയേക്കാം. ഇൻറ്റീരിയേഴ്സ് എക്സ്റ്റീരിയേഴ്സ് എല്ലാം നോക്കാം. ഫസ്റ്റ് തന്നെ വീലാസിലേക്ക് വരാം. ഇത് പുത്തൻ വാഹനം തന്നെയാണ്. ഒരു രീതിയിലുള്ളൊരു പഴമയോ കാര്യങ്ങളോ ഒന്നും നമുക്ക് കിട്ടുന്നില്ല. നീറ്റായിട്ടിരിക്കുന്നു, നല്ല ഗ്രിപ്പും ടയേഴ്സ് ഒക്കെ ഉണ്ട്. അലോയ്സ് നോക്കാം, നല്ല ക്വാളിറ്റി തിങ് അലോയ്സ് നമുക്ക് കൂടെ കാണാം. അതേപോലെ 2020 ഇതിൻ്റെ മോഡൽ വന്നേക്കണം. നല്ല നീറ്റായിട്ടിങ്ങനെ ആ ഒരു ലിഡും കാര്യങ്ങളും കാണാം. അതേപോലെ ഫ്രണ്ട് ഭാഗം നോക്കാം. ഫ്രണ്ടായാലും നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന ഫ്രണ്ട് പോർഷൻ നമുക്ക് കൂടെ കാണാം. നല്ല നീറ്റായിട്ടിരിക്കുന്ന ഒരു ലാമ്പ് കാണാം. വീലാർച്ച് നോക്കാം. വീലാർച്ച് ആയാലും നല്ല ഭംഗിയിൽ തന്നെ ഇരിക്കുന്നു. നല്ല ഗ്രിപ്പൊക്കെ ടയേഴ്സൊക്കെ ഉണ്ട്. അലോയ്സ് ആയാലും ക്വാളിറ്റി തന്നെ അലോയ്സ് നമുക്ക് കൂടെ കാണാം. 2 ഡോറ് നോക്കാം. 2 ഡോറും നീറ്റായിട്ടിരിക്കുന്ന ഡോർസാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കീല സെൻട്രിയാണ് വരുന്നത്. അതേപോലെ തന്നെ ഇവിടുത്തെ വീലാർച്ച് നോക്കാം. ഈ വീലാർച്ച് നീറ്റായിട്ടിരിക്കുന്നു. നല്ല ഗ്രിപ്പൊക്കെ ടയേഴ്സൊക്കെ ഉണ്ട്. അലോയ്സ് ആയാലും നല്ല ക്വാളിറ്റി തയ്ക്കുന്ന അലോയ്സ് നമുക്ക് കാണാം. സൈഡ് പോർഷൻ നോക്കാം. അത് നമുക്ക് ബാക്കിലേക്ക് വരാം. ബാക്കിലേക്ക് വരുമ്പോൾ ഇവിടെ ഡീഫോക്കസ് കാണാം. അതേപോലെ റിയർ വൈപ്പർ വരുന്നുണ്ട്. ബമ്പേഴ്സ് ആയാലും നല്ല ക്വാളിറ്റി തന്നെ ഇങ്ങനെ ബമ്പേഴ്സും കൂടെ കാണാം. നമുക്ക് സൈഡ് പോർഷനിലേക്ക് വരാം. നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ 2 ഡോറും നീറ്റായിട്ടിരിക്കുന്ന ഡോർസും കൂടെ കാണാം. അതുപോലെ ഡോറിന് ഓപ്പൺ ചെയ്തിട്ട് ഇൻറ്റീരിയേഴ്സും പരിചയപ്പെടാം. 4 പവർ വിൻഡോസും ഓറിയം കൺട്രോളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇൻറ്റീരിയർ ഭാഗം വിശദമായിട്ട് നോക്കുകയാണെങ്കിൽ സീറ്റ്സ് നോക്കാം. സീറ്റ്സൊക്കെ നല്ല നീറ്റായിരിക്കുന്ന സീറ്റ്സും കൂടെ കാണാം. ഇനി വിശദമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എയർ ബാഗ് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. മിഡിൽ നമുക്ക് ഇവിടെ മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതേപോലെ തന്നെ പുഷ് സ്റ്റാർട്ട് ബട്ടണൊക്കെ ഇടുന്നതൊക്കെ അല്ല. പിന്നെ ഇവിടെ നമുക്ക് കൺട്രോൾസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എയർ ബാഗ് സപ്പോർട്ട് ഇവിടെ വരുന്നുണ്ട്. കിലോമീറ്റേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 14,000 കിലോമീറ്ററാണ് ഈ വാഹനം ഇപ്പോൾ നിലവിൽ കവർ ചെയ്തിട്ടുള്ളൂ. അതേപോലെ തന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ അല്ല, കമ്പനി ഒറിജിനൽ മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളൊക്കെ കാണാം. ഇവിടെ നമുക്ക് AC ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. മാനുവൽ ട്രാൻസ്മിഷനാണ് വന്നേക്കണേ. ഇതാണ് ഇതിൻ്റെ കീ വന്നേക്കണത്. ഓക്കെ, നമുക്ക് പ്ലാറ്റ്ഫോം നോക്കാം. പ്ലാറ്റ്ഫോം ആയാലും അത് നീറ്റായിട്ട് പ്ലാറ്റ്ഫോം കാണാം. ഡോർ പാഡ്സും അത് നീറ്റായിട്ട് ഇരിക്കുന്നു. സീറ്റ്സ് നോക്കാം. സീറ്റ്സ് നല്ല വൃത്തിയിൽ നിൽക്കുന്ന സീറ്റ്സും കൂടെ കാണാം. ബാക്കിലേക്ക് വരാം. ഇവിടുത്തെ സീറ്റ്സ് നോക്കാം. ഈ സീറ്റ്സ് ആയാലും നീറ്റായിട്ടിരിക്കുന്ന സീറ്റ്സും കൂടെ കാണാം. റൂഫ് നല്ല ഭംഗിയിൽ തന്നെ ഇരിക്കുന്ന റൂഫ് നമുക്ക് കൂടെ കാണാം. ഇവിടെ ഓട്ടോമാറ്റിക് ഒരു സെൻസേഴ്സുള്ള മിറേഴ്സും കൂടി നമുക്ക് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ വാഹനത്തിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നമുക്ക് കാണിക്കാനുള്ളത്. പയ്യെ നമുക്ക് ഇതിൻ്റെ പാസഞ്ചർ സൈഡിലേക്ക് ഒന്ന് പോയേക്കാം. ഡോർ ഓപ്പൺ ചെയ്യണം. ഇവിടെയും നമുക്ക് വിൻഡോസൊക്കെ വരുന്നുണ്ട്. സീറ്റ്സൊക്കെ നല്ല നീറ്റായിട്ട് സീറ്റ്സാണ്. ലാവിഷായിട്ടുള്ള ലെഗ് റൂം കിട്ടുന്നുണ്ട്. അവിടെ നമുക്ക് ചാർജിങ് പോർട്ടും കിട്ടുന്നുണ്ട്. ഇവിടെ പാസഞ്ചറെ കാണാം. ഇവിടെ നിന്നുള്ള വാഹനത്തിൻ്റെ ഫുള്ള് വ്യൂ നോക്കാം. നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന ആ ഒരു ഇൻറ്റീരിയർ സ്പേസ് ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. റൂഫായാലും നീറ്റായിട്ട് ഇരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഡോർ ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്തിട്ട് വാഹനത്തിൻ്റെ എൻജിൻ ഭാഗവും അതേപോലെ ടയർ കണ്ടീഷനും, പിന്നെ എയർ കണ്ടീഷൻ അല്ല ബൂട്ട് സ്പേസും കാര്യങ്ങളൊക്കെ നോക്കിയിടാം. നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു വാഹനത്തിൻ്റെ എൻജിൻ റൂം. എൻജിൻ റൂം അതിൽ നീറ്റായിട്ടിരിക്കുന്നു. വണ്ടി ഇപ്പോൾ ഓണിലാണ്.
എന്തെങ്കിലും ശബ്ദം നോക്കിയാൽ ഒരു ശബ്ദമില്ല, അത്രയ്ക്ക് സൈലൻ്റാണ്. എഡ്ജസ് നോക്കാം, എഡ്ജസ് ആയാലും നീറ്റായിട്ട് എഡ്ജസ് നോക്കാം കാണാം. അതുപോലെ ഫ്രണ്ട് പോർഷൻ നോക്കാം, ഇവിടെയും നോക്കാം, എഡ്ജസ് നോക്കാം. ലിഡ് നോക്കാം, ലിഡായാലും വൃത്തിയിൽ തന്നെ നീറ്റായിരിക്കുന്ന ലിഡ് നമുക്ക് കാണാം. ഓക്കെ, കൂടുതലും കാണിക്കാൻ അല്ല, എഞ്ചിനൊക്കെ വളരെ ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട്, നമുക്ക് ഫ്ലോർ വരെ കാണാം അവിടെ. ഇത് നമുക്ക് വാഹനത്തിൻ്റെ ബൂട്ടിലേക്കൊന്ന് പോയേക്കാം. ബൂട്ടിലെന്താണ് അവസ്ഥ നോക്കാം. ജസ്റ്റ് പവർ ഓഫ് ചെയ്യാം. ബൂട്ട് ജസ്റ്റ് ഒന്ന് അപ്പ് ചെയ്യട്ടെ. പോയി കാണുന്നതാണ് ഈ ഗ്ലാൻസയുടെ ബൂട്ട് സ്പേസ്. പുത്തൻ വാഹനം തന്നെയാണ്, ഒരു രീതിയിൽ പ്രശ്നമുള്ളത്. കവേഴ്സൊക്കെ ഉണ്ട് ഇവിടെ. പ്ലാറ്റ്ഫോം കണ്ടോ, നീറ്റായിട്ട് ഇരിക്കുന്നു. ടയർ കണ്ടീഷൻ നോക്കിയേക്കാം. പ്ലാറ്റ്ഫോം ടയേഴ്സ് നോട്ടെ, പുത്തൻ ടയേഴ്സ്, റോഡ് ടച്ച് ചെയ്തിട്ട അങ്ങനത്തെ ടയേഴ്സ് ഇവിടെ നീറ്റായിട്ട് ഇരിക്കുന്നു. ഇവിടുത്തെ ലിഡ് നോക്കാം, ലിഡായാലും നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന ലിഡ് നമുക്കിവിടെ കാണാം. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ആയിരുന്നു ഈ ഒരു വാഹനത്തിൻ്റെ എഡ്ജ് ടു എഡ്ജ് വിശേഷങ്ങൾ. ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് വിശദമായിട്ട് സംസാരിച്ചേക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു വാഹനം കണ്ടു കഴിഞ്ഞു, ഒരു ഗ്ലാൻസ് കണ്ടു കഴിഞ്ഞു. ടൊയോട്ടയുടെ നല്ല ഉഗ്ര വാഹനമാണ്. പിന്നെ ഗ്ലാൻസയുടെയും ചിലപ്പോൾ പലർക്കും ഡൗട്ട് ഉണ്ടാവും, ഗ്ലാൻസും ബലേനോയും തമ്മിൽ എന്ത് വ്യത്യാസം ഉണ്ടാവും. രണ്ടും ഏകദേശമൊക്കെ സെയിം തന്നെയാണ്. പിന്നെ ബ്രാൻഡ് മാത്രം മാറിയുള്ളൂ. ബ്രാൻഡിൻ്റെ അങ്ങോട്ട് ഒരു മ്യൂച്വൽ സംബന്ധമായിട്ടുള്ള അഗ്രിമെൻറ്റും കാര്യങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ വാഹനങ്ങൾ രണ്ടും. ഇത് മാത്രമല്ല, എനിക്ക് തോന്നുന്നു മറ്റേ അർബൻ ക്രൂസറും അതേപോലെ ബ്രസ ഇതൊക്കെ ഏകദേശം ഒരേ കാറ്റഗറിയിൽ തന്നെ വന്നുകൊണ്ടിരിക്കുന്ന വാഹനമാണ്. ഓക്കെ, അത് വിട്ടേക്കാം. നമുക്ക് ഇതിൻ്റെ റേറ്റിലേക്ക് കിടക്കാം. റേറ്റ് കിടക്കാൻ മുമ്പ് എനിക്കൊരു ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഉണ്ട്. രണ്ടിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് ഫോളോ ചെയ്തേക്കാം. വാഹന സംബന്ധമായുള്ള അപ്ഡേറ്റ്സും പേഴ്സണൽ അപ്ഡേറ്റ്സും കാര്യങ്ങളെല്ലാം അതേപോലെ ഡെയിലി നിങ്ങളിലേക്ക് വരും. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ റേറ്റ് 7,60,000 രൂപയാണ് ഇതിൻ്റെ ആസ്കിംഗ് പ്രൈസ്. നെഗോഷ്യബിൾ ആയിരിക്കും. വീഡിയോ ഡിസ്ക്രിപ്ഷൻ നമ്പറിനകത്തേക്ക് വിളിച്ചേക്കാം. ഒട്ടനവധി വാഹനങ്ങൾ ഡെയിലി അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ ഫോളോ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോ കാണാം. തരാം.